ഉന്നക്കായ ഉണ്ടാക്കിയാലോ? അതും എയർ ഫ്രയറിൽ എണ്ണയിൽ മുക്കി പൊരിക്കാതെ എങ്ങനെയാണെന്നല്ലേ? വാ നോക്കാം. അതിനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്ത് പുഴുങ്ങി വെക്കുന്നുണ്ട്. മിക്സിനായിട്ട് പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ 4 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് 1 or 2 മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു മിക്സിലേക്ക് നല്ലതുപോലെ ഇളക്കി. പഞ്ചസാരക്ക് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം. ഞാനിവിടെ തേനാണ് ഒഴിക്കുന്നത്. ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഈ മിക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പുഴുങ്ങിയ പഴം എടുത്ത് ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ടോ നല്ലതുപോലെ ഉടച്ച് തിരുമ്പി ഒരു ചപ്പാത്തി മാവൊക്കെ കുഴക്കുമല്ലോ അതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നല്ല മയം ഉണ്ടാവും കേട്ടോ. ഉന്നക്കായ പരത്താനായിട്ട് ഇതാ കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് അതിൽ നിന്ന് കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ കയ്യിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് മിക്സ് ഉണ്ടല്ലോ, ആ തേങ്ങയുടെ മിക്സ് അത് ഇതുപോലെ 1 സ്പൂണോ 1.5 സ്പൂണോ ഇതിലേക്ക് ഇട്ടിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കിയിട്ട് അങ്ങോട്ട് പരത്തി മാറ്റി വെക്കുക. അതിനുശേഷം എയർ ഫ്രയർ എടുത്തിട്ട് അതിലേക്ക് പേപ്പർ വെച്ചിട്ട് ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെയും കുറച്ച് നെയ്യ് തടവിയിട്ട് ഞാൻ 2 സൈഡും 12 മിനിറ്റിൽ 180 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത്. 2 സൈഡും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രയറിലാണ് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്